കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭിന്നശേഷി ദിനാചരണം ഇരുചക്ര കസേരകളിലെ കുറവുകൾ മറന്നുള്ള നന്മയുടെ ഉത്സവാഘോഷമായി. ദിനാചരണം കവിയും സംവിധായകനുമായുള്ള രാജീവ് പിള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. ഷാജി ആമയൂർ അധ്യക്ഷനായി. കാലുകൾ കൊണ്ടും ചിത്രരചന നിർവഹിക്കുന്ന പ്രശസ്ത ചിത്രകാരി സ്വപ്ന അഗസ്റ്റിൻ വിശിഷ്ടാതിഥിയായി. വിശിഷ്ടാതിഥികൾക്ക് അർച്ചിതും ഹസ്നയും സഹയാത്രയുടെ ഉപഹാരങ്ങൾ നൽകി. AKG മണികണ്ഠൻ പെരിങ്ങോട്, ബാലു നാഗലശ്ശേരി, അനിൽ ആറങ്ങോട്ടുകര എന്നിവർ അവതരിപ്പിച്ച ഇടയ്ക്ക ഫ്യൂഷൻ പരിപാടി എല്ലാവർക്കും ആകാംക്ഷയും സന്തോഷവും നിറഞ്ഞതായി. സൊസൈറ്റി ചെയർമാൻ VV ബാലകൃഷ്ണൻ, ഫാഷിയ, ശ്രീജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കലാകാരന്മാരെ സഹയാത്ര ചെയർമാൻ പ്രേമരാജൻ, വാസുദേവൻ, തായാട്ടിൽ സേതു എന്നിവർ ആദരിച്ചു. തുടർന്ന് സിജോ പോൾ തൃശൂർ, ചാൾസ് കുന്നംകുളം എന്നിവരുടെ കരോക്ക ഗാനമേളയിലെ പ്രിയപ്പെട്ട പാട്ടുകൾക്കൊപ്പം പലരും കൈകളാൽ താളം പിടിച്ചു. ഭിന്നതകളോ പരിമിതികളോ ആരും കാണാതെ സന്തോഷത്തിന്റെ താളത്തിൽ ഗാനമേള സഹയാത്ര അംഗങ്ങൾക്ക് സ്നേഹത്തിന്റെയും സംഗീതത്തിന്റെയും ആഹ്ലാദ തിരമലകളായി. ചടങ്ങിൽ ഭരണസമിതി അംഗം കുമാരി KN DG സ്വാഗതവും സുലേഖ പറക്കാട് നന്ദിയും പറഞ്ഞു. രൂപ ചെലവിട്ട് ഒരു 3 നില 9000 സ്ക്വയർ ഫീറ്റിന്റെ 3 നില ബിൽഡിംഗ് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഒരേ സമയം 15 പേർക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി സെന്ററും വലിയൊരു ഡേ കെയർ ഹാളും സ്പീച്ച് തെറാപ്പി സെന്ററും തുന്നൽ പരിശീലനത്തിന് ക്ലാസ്സുകൾ, തുടർ വിദ്യാഭ്യാസ ക്ലാസ്സുകൾ മുതലായ ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്യാനുള്ള വിശാലമായൊരു സ്വപ്നഭവനം തന്നെയാണ് അവിടെ പണി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ ഒരു സ്വപ്നഭവനത്തിലേക്ക് ഞങ്ങൾക്ക് താമസം മാറാൻ കഴിയുമെന്നുള്ള വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. ഏറ്റവും അടുത്ത ദിവസം തന്നെ അങ്ങനെ ഒട്ടുമിക്ക ഞങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കി തരുന്നത് ഇവിടെയുള്ള ഓരോ വളണ്ടിയേഴ്സുമാണ്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അതിന് തടസ്സം നിൽക്കാതെ എന്ത് ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ അത് ഞങ്ങൾ സാധിപ്പിച്ചു തരും. അതിൽ കുറവുകളില്ല. നിങ്ങളുടെ മുന്നിൽ ഒരു കുറവുകളും കാണുമ്പോൾ നിങ്ങൾ മികവുള്ളവരാണെന്ന് ഓരോ നിമിഷം ഇവിടുത്തെ വളണ്ടിയേഴ്സ് ഞങ്ങളെ ബോധ്യപ്പെടുന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ ഏറ്റവും വലിയ വിജയം. നമ്മളെപ്പോലുള്ളവർക്ക് എപ്പോഴും കൈ ഞാൻ എന്തിനാണ് എൻ്റെ ഒരു ചിരി വെറുതെ വേസ്റ്റ് ആക്കുന്നത്? അവൻ ഓപ്പോസിറ്റ് വരുന്ന ഒരാളോട് ഞാനൊന്ന് ചിരിക്കേണ്ടത് എന്തിനാണ് അയാളെ ചിരിക്കുന്നത്? എന്താണ് എനിക്കതുകൊണ്ട് ലാഭം എന്ന് എല്ലാം ലാഭത്തിന്റെ അധീക്ഷതയിൽ കാണുന്ന, ലാഭമാണ് എല്ലാറ്റിനും മുഖ്യമെന്ന് കാണുന്ന ഒരു ലോകത്ത് ഒരു ലാഭവുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഉള്ളിൽ അത്രമാത്രം സ്നേഹമുള്ള മനുഷ്യർക്ക്, അനുതാപമുള്ള മനുഷ്യർക്ക് മാത്രം കഴിയുന്നതാണ്. ജിജിയുടെ ആവർത്തിച്ചു പറഞ്ഞു, സഹതാപം എന്ന വാക്ക് സഹയാത്രയുടേതല്ല, സഹയാത്രയിൽ വരുന്ന ആളുകൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല എന്നിവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു സഹയാത്രയ്ക്ക് സ്വന്തമായൊരു കെട്ടിടം എന്നുള്ളത്. ഞങ്ങളുടെ ഇവിടെ പ്രിയപ്പെട്ട ബാലേട്ടനോട് ഞങ്ങളിത് പറഞ്ഞ് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ബാലേട്ടൻ 20 സെന്റ് സ്ഥലം സഹയാത്രയ്ക്ക് നൽകി. ആ 20 സെന്റ് സ്ഥലത്ത് ഈ ജനപിന്തുണയോടുകൂടി തന്നെ 1.5 കോടിയിലധികം രൂപ ചെലവിട്ട് ഒരു 3 നില 9000 സ്ക്വയർ ഫീറ്റിന്റെ 3 നില ബിൽഡിംഗ് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഒരേ സമയം 15 പേർക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി സെന്ററും വലിയൊരു ഡേ കെയർ ഹാളും സ്പീച്ച് തെറാപ്പി സെന്ററും തുന്നൽ പരിശീലനത്തിന് ക്ലാസ്സുകൾ, തുടർ വിദ്യാഭ്യാസ ക്ലാസ്സുകൾ മുതലായ ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്യാനുള്ള വിശാലമായൊരു സ്വപ്നഭവനം തന്നെയാണ് അവിടെ പണി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ ഒരു സ്വപ്നഭവനത്തിലേക്ക് ഞങ്ങൾക്ക് താമസം മാറാൻ കഴിയുമെന്നുള്ള വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. ഏറ്റവും അടുത്ത ദിവസം തന്നെ പുറത്തിറങ്ങാനൊക്കെ ഒരു മടിയായിരുന്നു. എല്ലാവരും എന്നെയാണോ നോക്കുന്നത്, അത് ഇങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനായിട്ടൊരു മടിയായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചതൊക്കെ ചങ്ങനാശ്ശേരിയിലാണ്. ഇപ്പോഴും ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കല വരയ്ക്കാനുള്ള ഇത്. പക്ഷേ ജന്മനാഥനെ എനിക്ക് ഈ കഴിവ് ദൈവം തന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ എല്ലാവരുടെയും ഇതിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു എനിക്ക് എന്താ പറയുക ഒരിത് എനിക്ക് കിട്ടിയത്. ഇപ്പം എനിക്ക് കൈയില്ലെങ്കിലും പക്ഷെ ഇപ്പം എനിക്ക് ഒത്തിരി കൈകൾ എൻ്റെ പുറകിലുണ്ട്. എനിക്കൊരു അതിൽ ഇപ്പം എനിക്കൊരു സന്തോഷം. എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കൈയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കില്ല. നമ്മൾ കൈയില്ല കാലില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ഉണ്ട്. ഇപ്പം ഈ ടീനേജുകാരായ കുട്ടികൾ നോർമലായിട്ടുള്ള
പിള്ളേരെ കൈക്ക് പറ്റുമോ കാലിന് പറ്റുമൊക്കെ ചെയ്യുമ്പോഴത്തേനും അവർ ഇതായിട്ട്. പക്ഷേ അങ്ങനെയുള്ള ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജന്മന തന്നെ കൈയില്ലാത്തവരുണ്ട്, ഒരു 10-20 വർഷം കൈയും കാലും ഒക്കെ വെച്ച് ഓടി നടക്കുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു വീണ വരുമ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ എത്രയോ പേര് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ എനിക്കൊക്കെ ആദ്യമൊക്കെ എൻ്റെ സഹോദരങ്ങൾ ഓടിക്കളിക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറി അവരുടെ ഒപ്പം തന്നെ ഒരു സപ്പോർട്ടായിട്ടാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് കൈയില്ല എന്നുള്ളതിൽ എനിക്ക് വിഷമമില്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴാണേലും എൻ്റെ ഒരു ആവശ്യത്തിന് ആരെ വേണമെങ്കിലും വിളിച്ചാലും എനിക്ക് ഓടി വരാനായിട്ട് സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി കൈകളുടെ പുറകിലുണ്ട്.